രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോടും തൃശൂരിലും മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കോഴിക്കോടും തൃശൂരിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഷിത ജഗത്ത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഷിത, കോഴിക്കോട്ടെ വിശദാംശം പറയും. നിഷാദെ, കോഴിക്കോട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് വരുമ്പോൾ തന്നെ അക്രമാസക്തമായിരുന്നു സമരം. സമീപത്തുണ്ടായിരുന്ന ബാരിക്കേഡുകളെല്ലാം തന്നെ മറിച്ചിട്ടുകൊണ്ട്, ഒപ്പം തന്നെ ഭരണാനുകൂല സംഘടനയുടെ ഫ്ലക്സുകളെല്ലാം കീറി എറിഞ്ഞുകൊണ്ടാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് ഉദ്ഘാടനത്തിന് ശേഷമാണ് പിന്നെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. വീണ്ടും പോലീസിന്റെ ബാരിക്കേഡ് ആ സമയത്ത്, ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ കയററുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡ് കൂട്ടിക്കെട്ടിയ കയററുത്ത് സമരക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാരിക്കേഡ് റോഡിലേക്ക് കൊണ്ടുവരികയും സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള പാത ഉപരോധിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ടിയർ ഗ്യാസും സ്റ്റണ്ണും പ്രയോഗിച്ചത്. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കത്തെ സമരക്കാർ പ്രതിരോധിച്ചു. അത് കുറച്ച് ഏറെ നേരം സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ മറ്റിടങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഉള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോഴിക്കോട് നീങ്ങിയിട്ടില്ല. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് പിന്നെ സംഘർഷമുണ്ടായത്. അതിനിടയിൽ പോലീസിന്റെ ലാത്തി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാങ്ങുകയും അത് ഒടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന നമ്മുടെ ക്യാമറമാൻ ജെയ്സൺ ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വാക്കേറ്റവും അവരെ തള്ളി മാറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ വാഹനത്തിന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം നിൽക്കുകയും ആ വാഹനം തടയാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും സമരം അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആസിഫ് മുഹമ്മദ് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിലെ സമരം എങ്ങനെയായിരുന്നു ആസിഫ്? നിഷാദ്, തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിൽ നിന്ന് സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രവർത്തകർ തൃശ്ശൂർ കളക്ടറേറ്റിന് മുമ്പിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചതായിരുന്നു. തുടർന്ന് ഏകദേശം 10 മിനിറ്റോളം നേരം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോവുകയായിരുന്നു. വരും ദിവസങ്ങളിലും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് സമരക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു. സാജിദ് അജ്മൽ മലപ്പുറത്തെ വിവരങ്ങളുമായി. മലപ്പുറത്ത് എവിടേക്കായിരുന്നു സാജിദ് പ്രതിഷേധം? നിഷാദ്, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മലപ്പുറം കലക്ടറേറ്റിലേക്കാണ് പ്രതിഷേധം. ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോഴും പൂർണ്ണമായി പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. ഇവിടെ ജലപീരങ്കിയും മറ്റ് സംവിധാനങ്ങളും ഇല്ല. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഉന്തും തള്ളുമുണ്ടായി. ഏതാനും പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. പിന്നീട് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ ഈ കലക്ടറേറ്റിന് മുൻഗേറ്റിലേക്ക് എത്തുകയും പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. നിഷാദ്, ശരി.